കുറേ നാളുണ്ട് വിചാരിക്കുകയാണ് എൻ്റെ ഡെസ്ക് മേൽ ഒരു ലാംലൈറ്റ് വേണമെന്ന്. അത് നമ്മുടെ വിൻറ്റേജ് ടൈപ്പിലുള്ള ഒരു സാധനം. സോ ഫൈനലി മെയ്ഡ് ഇറ്റ്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ലൈറ്റാണ് ഈ ഇരിക്കുന്ന ലൈറ്റ്. ഐ ഷോ ദാറ്റ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പം നമുക്ക് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ എങ്ങനെയാണെന്ന് നോക്കിയാലോ. എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ തോന്നിയാൽ നേരെ പോയിട്ട് ഇൻസ്പോ എടുക്കലാണ് പരിപാടി. എവിടെ? അതും നമ്മുടെ പിൻട്രസ്റ്റിൽ. ബട്ട് ഇത്തവണ എന്തായാലും നല്ലോണം പണിപാളി. അതിനകത്ത് കണ്ട ഒന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിൽ പിടിച്ചില്ല. സോ ഐ തോട്ട് നമ്മുടെ കുരുട്ടുബുദ്ധി തോന്നുന്ന എന്തെങ്കിലും ഐഡിയ വെച്ചിട്ട് നമുക്കൊരു ലാം ലൈറ്റ് ഉണ്ടാക്കാന്ന്. അതല്ലെങ്കിലും അങ്ങനെയാണ്. ഐ ഹാവ് ലോട്ട് ഓഫ് കുരുട്ടുബുദ്ധി ഫ്രം മൈ പാരമ്പര്യം. ഐ എം റിയലി വെരി പാപ്പരാസി ആയതുകൊണ്ട് ഈ സാധനം ഓൺലൈനിൽ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ എന്റെ ചീട്ട് കയറുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ആർക്കും വേണ്ടാന്ന് പറഞ്ഞ് കിടക്കുന്ന കുറച്ച് ഐസ്ക്രീമിന്റെ ഡപ്പകളുണ്ട്. പിന്നെ വീട്ടിൽ എന്തോ ആവശ്യത്തിന് മേടിച്ച പൈപ്പിന്റെ 2 വേസ്റ്റ് സാധനങ്ങളും കൂടെ കൈ കിട്ടി. സോ ഐ തോട്ട് മതി, ഇത് മതിയല്ലോ, നമുക്കുള്ളതുകൊണ്ട് ഓണം പോലെ എന്നാണല്ലോ. ഇനി നെക്സ്റ്റ് പരിപാടി ഇത് ഈ കാണുന്നതിന് എടുത്തിട്ട് നമ്മളൊരു കാർഡ്ബോർഡിലോട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. എന്നിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അവിടെയും കൂടി ഒന്ന് ഐസ്ക്രീം സ്റ്റിക്ക് ഇതുപോലെ ഒന്ന് പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് എന്റെ മുകൾ ഭാഗത്തായിട്ട് ജൂഡിന്റെ ത്രെഡ് ഒന്നുകൂടെ ഞാൻ ചുറ്റി കൊടുത്തിട്ടുണ്ട്, ചുമ്മാ ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട്. ഈ കാണുന്ന പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പീക്കിരികളുണ്ടെങ്കിൽ തീ കളിക്കുന്ന പരിപാടിയൊന്നും പാരന്റ്സ് ഇല്ലാത്ത സമയത്ത് ചെയ്യരുത്. കൈക്ക് നല്ല പൊള്ളലേക്കും. അപ്പൊ പാരന്റ്സിന്റെ ഹെൽപ്പോടുകൂടി ചെയ്യാൻ നോക്കാം. സോ ഇനി ഇതിന്റെ മുകളിലേക്ക് ഇത് ഇതുപോലൊരു കുഞ്ഞു ഡെപ്പോ കൂടി നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ലൈറ്റൊക്കെ വെച്ചൊന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം ഇതൊന്നും എടുത്ത് മുകളിലോട്ടൊന്ന് വെച്ചു കൊടുക്കണം. ആൻഡ് ഫൈനലി നമ്മുടെ ലാം ലൈറ്റ് റെഡിയായി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇരുട്ടത്ത് കണ്ടപ്പം കുറച്ചുകൂടി ഭംഗിയുള്ള പോലെ എനിക്ക് തോന്നി. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം.